വീട്ടിലെ വിരുന്നാരൊക്കെ വരുമ്പോഴേ എന്ത് ഷെയ്ക്കാണെന്നുള്ളത് പറയരുത്, എന്നിട്ട് കൊടുക്കുക. അതെ, ഒരിക്കലും കണ്ടുപിടിക്കൂല. പറയുമ്പോ ഒരാകെ അത്ഭുതപ്പെടും, കാരണം അത്രയും പ്രീമിയം ടേസ്റ്റ് ആണ് വരുന്നത്. അങ്ങനെ 2025 പിറവെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ചിരളി മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ ഒരു പുതുവത്സരത്തിൽ പുതിയൊരു ഡിഷ് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാമാണ്. അപ്പം അതിനായിട്ട് ഇതാ സാധനം ഞാൻ നിൽക്കാൻ പോകുന്നുണ്ട്. നല്ല ചക്കരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതെങ്ങനെയെന്നുള്ളത് നോക്കാം അല്ലേ. നമ്മൾ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു ചക്കരക്കിഴങ്ങിന് നമുക്ക് തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു കിഴങ്ങിന് ചക്കരക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ വേറെ പേരുകളൊക്കെ ആവാം അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയാൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് അറിയാനാവും. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചക്കരക്കിഴങ്ങിന് ഇതാ നമ്മളിഞ്ഞ് കൊത്തി മുറിച്ചൊരു കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റത്തിന് നല്ല നാച്ചുറലായിട്ടൊരു കളറും ഗുണമൊക്കെ ഉണ്ടാവാൻ ക്യാരറ്റ് നല്ലതാട്ടോ. അപ്പോൾ 2-3 ക്യാരറ്റും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കുക്കറൊക്കെ അടച്ചു വേഗം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി അതൊന്ന് വിസിലടിച്ച് വേവട്ടെ കേട്ടോ. ആ ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ അസുഖത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ മാറി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മോളെ NSSൻ്റെ ക്യാമ്പിൽ പോയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഇപ്പം എനിക്ക് ഹെവി ആയിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ വയ്യ. ചെറിയ കുഞ്ഞു വീഡിയോകളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്ന് ഞങ്ങൾ ആ ഒരു പഴയ ലെവലിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ട്, എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടോ. അതുപോലെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക. അപ്പോഴാണ് നമ്മളിരുന്ന നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അങ്ങനെ നമ്മൾ കുക്കറിൻ്റെ മൂടി തുറക്കാൻ പോവുകയാണേ. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം വേറെയെന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും പേടിക്കൊന്നും വേണ്ട. എത്രത്തോളം വേവണോ അത്രത്തോളം നല്ലതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ ആ ഒരു ഡിഷിന്. പിന്നെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം നമ്മൾ കളയണില്ല കേട്ടോ, നമുക്ക് ആവശ്യം വരും, ചൂടാറിക്കോട്ടെ. അപ്പോൾ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് എടുത്തിട്ട് നേരെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുക്കാം. മുകളിലേക്കായിട്ട് നല്ല കട്ട പാൽ അങ്ങനെ ചടിച്ചൊഴിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. നല്ലൊരു മണവും ചൊയൊക്കെ വേണ്ടേ. അപ്പോൾ ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കണത്. ഇതിൻ്റെ കളവ് നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ. അയച്ചിട്ട് ഓവറാക്കി ഇടണ്ട, കാരണം നമ്മളെ മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമുക്ക് ഇതിൽ കുറച്ച് കിട്ടണം. അതുകൊണ്ട് ഞാനിതാ 2 സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ പിന്നെ നിങ്ങൾ അളവിന് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനിതാ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പുഴുങ്ങിയപ്പം കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നില്ലേ, ആ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ടേ. അതൊക്കെ തണുത്തതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതാ അടച്ചു വെക്കാൻ പോണു. നന്നായിട്ട് അടിച്ചെടുക്കാൻ പോണു. ഇത് കിട്ടി തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണാണ് കേട്ടോ വരുന്നത്. അപ്പം നല്ല ജ്യൂസായിട്ട് നന്നായിട്ട് ആ ഒരു ക്രീമി പരുവായിട്ട് ഇങ്ങനെ ജഗ്ഗിലേക്ക് ഒഴിച്ചെടുക്കണേ. ഞാൻ അടുത്ത സെറ്റ് ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ളതും കൂടി നമ്മൾ ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ പാലിൻ്റെ കട്ടയാണ്. ആ പാത്രത്തേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുറച്ച് ഒഴിച്ചെടുക്കണേ. ആദ്യത്തെ ബാച്ചിൽ ചേർത്ത പോലെ തന്നെ ഏലക്കായൻ്റെ കുരു ചേർക്കാം, പഞ്ചസാര ചേർക്കാം, ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചേർക്കാമല്ലോ, എന്നാൽ പിന്നെ വേഗം അടിച്ചെടുക്കാം. എടുത്തിട്ട് വേഗം ഗ്ലാസ് ജാറിലേക്ക് ആദ്യം നമ്മൾ ഒഴിച്ച് വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സും കൂടി ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ, കാരണം 2 ബാച്ചായിട്ടാണല്ലോ നമ്മൾ അരച്ചത്. അപ്പോൾ 2ഉം കൂടിയും ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ. എന്താ അല്ലേ, ഒറ്റ നോട്ടത്ത് കണ്ടാൽ ഇതാരെങ്കിലും പറയുമോ ആ ഒരു ചക്കരക്കിഴങ്ങും ക്യാരറ്റും ആണെന്ന്. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടേ. കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചക്കരക്കിഴങ്ങ് ഷേക്ക് നമ്മൾ കുടിക്കാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ ഗ്ലാസ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഞാനിതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ അടിയിൽ ഇട്ടെടുക്കുക. അതിന് തന്നെ കുറച്ച് ബദാം ക്രഷ് ചെയ്തത്, ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പിസ്തയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്കായിട്ട് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചക്കരക്കിഴങ്ങിൻ്റെ ആ ഒരു ഷേക്ക് മുകളിലേക്കായിട്ട് കുറച്ചും കൂടി നട്ട്സ് ചേർക്കാൻ പോവാണേ. അങ്ങനെ 2025 പുതിയ തരം ഷേക്ക് കണ്ടെത്തി കഴിഞ്ഞു സുഹൃത്തുക്കളെ, ചക്കരക്കിഴങ്ങ് ഷേക്ക്. അപ്പോൾ ഇത് കാണാനൊക്കെ എങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ അതെങ്ങനെ കുടിച്ചാലും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ ഷേക്ക് ഞങ്ങൾ രണ്ടാളും തന്നെയാണ് ടേസ്റ്റ് ചെയ്യണം. അതിൻ്റെ മുന്നായിട്ട് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഞാൻ ഈ ചക്കരക്കിഴങ്ങ് വാങ്ങാൻ പറഞ്ഞപ്പോൾ എന്തിനാന്ന് ചോദിച്ചു എന്നോട് 3 ആൾക്കാർ, ഇവനടക്കം മനു, ചിന്നു, വിനാട്ടൻ.
അപ്പൊ ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവരൊക്കെ മകരുമാര് എനിക്കിപ്പോ പറയല്ലേ, എനിക്കിപ്പോ ആ ആക്ഷൻ കാണിച്ചു തരാൻ എനിക്ക് വയ്യ. അതായത് ഇഷ്ടമില്ലാത്ത മുഖം ഉണ്ടല്ലോ, അയ്യേ ഷെയ്ക്കോ എന്നൊക്കെ ഉള്ളൊരു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ അത് മാറ്റി പറയിക്കുന്നാണ് ഞാൻ പറഞ്ഞത്. മാറ്റി പറയുമോ എന്നുള്ളത് നോക്കാട്ടോ. എന്തായാലും കഴിച്ചോ. എനിക്ക് പറയാണ്ട് എന്റെ കൂടി പറഞ്ഞ കേൾക്കണല്ലോ. എന്നോട് ഇത് പറഞ്ഞപ്പോ ഞാൻ മുഖം ചുളിച്ചിട്ടില്ല. ഇവിടുത്തെ ചൊളിച്ചില്ലേ? ഇല്ല, ഇവിടുത്തെ ചൊളിച്ചില്ല. അത് ഇങ്ങനെ മിക്സിയിൽ അടിക്കുമ്പോ നമുക്ക് എന്താ കളർ കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതാക്കിയതാണ്. അല്ലട്ടോ ഗൈസ്, ഞാൻ പറയണത് വിശ്വസിച്ചാ മതി നിങ്ങള്. ഞാൻ പറയണത് വിശ്വസിച്ചാ മതി. ഇവന്റെ മുഖമൊക്കെ ഒരുമാതിരി. ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആവട്ടെ, ഇത് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിന്റെ സ്മെല്ലാണ് ഭയങ്കരമായിട്ട് ഇതിക്ക് വീഴ്ത്തണത്. അപ്പൊ അതേപോലെ തന്നെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞത് കേട്ടോ. അതിന്റെ എന്താ സ്മെല്ല് എന്നെ വീഴ്ത്തിയ പോലെ ഇതിന്റെ ടേസ്റ്റ് എന്നെ വീഴ്ത്തിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ വിജയിച്ചു സുഹൃത്തുക്കളെ, ഞാൻ വിജയിച്ചു. ഓ നല്ല രസമുണ്ട്. ഇതൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു കിഡിലും ടേസ്റ്റ് ആവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല. അതെങ്ങനെ ഈ കിഴങ്ങ് ഐറ്റംസിനായി എങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലാവാത്ത. എനിക്കും മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു ദൈവമേ, പിന്നെ കാരണം കൂടുതലായിട്ട് വലിയ വലിയ സാധനങ്ങൾ ചിക്കനും മട്ടനും അങ്ങനെയൊന്നും വെച്ചപ്പോൾ വീഡിയോ ഉണ്ടാക്കാൻ കഴിയൂല എനിക്ക്. അതായത് അതൊക്കെ വെട്ടിക്കഴുകി കുറേ സമയം വേണം. അപ്പോൾ സിമ്പിളായിട്ടുള്ള സാധനമാണ്, ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും. സീസൺ സമയമാണ് ഈ മധുരക്കിഴങ്ങിൻ്റെ, അതായത് ചക്കരക്കിഴങ്ങിൻ്റെ വേറൊരു പേര് ഞാൻ തന്നെ പറയുകയാണ് ഇപ്പം നിങ്ങളടുത്ത്. അപ്പോൾ എങ്ങനെയായാലും ഇത് പുഴുങ്ങി മാത്രമല്ലേ കഴിക്കണുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഈ പുഴുങ്ങി കഴിക്കാത്തവരുണ്ടാവും. ഓർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ. കുട്ടികളൊന്നും ചിലപ്പോൾ കഴിക്കില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇതിൽ ചേർത്തിട്ടുള്ള 2 ഐറ്റം, അതായത് ക്യാരറ്റൊക്കെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഭയങ്കര കോമ്പിനേഷൻ. എങ്ങനെ എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല. എനിക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ഓരോ അപ്പൊക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ് ദൈവം, അത് ചേർത്തെന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആയതാണ്, സ്വാഭാവികമായിട്ട് വന്നു പോയതാണ്. ആദ്യം കേൾക്കുമ്പോ എല്ലാരും മുഖം ചുളിക്കും, പക്ഷെ ഇത് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ. അതെ എന്തിന് വില കൂടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഷേക്ക് അടിച്ച് കുടിക്കണോ? അതിലേറെ ടേസ്റ്റ് ആണേ. ടേസ്റ്റും ഹെൽത്തി ആണല്ലോ. ഇതൊക്കെ പുഴുങ്ങി നമ്മള് സാധാരണ കഴിക്കുന്ന അതേ ഇതിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ നട്ട്സ് ഒക്കെ അതേപോലെ തന്നെ നിങ്ങൾ ചേർക്കണം. അതൊക്കെ നല്ല രസം കിട്ടുന്നത്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ കൂടുതലായിട്ട് ചെയ്തിട്ടോ അവിടെ ഇവിടെ കുറച്ചങ്ങനെ കടിക്കാൻ കിട്ടണം. അതൊരു പ്രത്യേക ഫീൽ തന്നെ. പ്രത്യേകിച്ച് ആ മറ്റേ പിസ്തന്റെ ചെറിയൊരു ഉപ്പിന്റെ ചോയം കൂടി ഇങ്ങനെ വരുമ്പോണ്ടല്ലോ. അപ്പൊ ഇനി നിങ്ങൾ എന്തായാലും ഈ ഒരു ചക്കരക്കിഴങ്ങ് വാങ്ങുമ്പോൾ ഈ രീതിക്ക് ഒന്ന് ഷേക്ക് അടിച്ച് കുടിച്ച് നോക്കൊണ്ടിട്ടോ പറ്റെങ്കിൽ. അപ്പൊ എനിക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും തന്നെയാണ്. ഇഷ്ടപ്പെടും, അതെ ഉറപ്പുണ്ട് തന്നെ പറയാം. അത്രയും ടേസ്റ്റ് ആണ് സാധനം. വീട്ടിലെ വിരുന്നാരൊക്കെ വരുമ്പോഴേ എന്ത് ഷെയ്ക്കാണെന്നുള്ളത് പറയരുത്. എന്നിട്ട് കൊടുക്കുക. അതെ, ഒരിക്കലും കണ്ടുപിടിക്കൂല. പറയുമ്പോ ഒരാകെ അത്ഭുതപ്പെടും. കാരണം അത്രയും പ്രീമിയം ടേസ്റ്റ് ആണ് വരുന്നത്. നല്ല നമുക്ക് അങ്ങനെ റിച്ച് ടേസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര റിച്ച് ടേസ്റ്റ് തന്നെ കേട്ടോ. കൊടുക്കാൻ പറ്റിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഇതെല്ലാരും ഉണ്ടാക്കി നോക്കുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഇതിന്റെ അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിൽ ഇടണം. കാരണം എന്താ അറിയോ, എപ്പോഴും നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റിന് നമ്മളെന്തോ വലുതാക്കി പറയും പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. ഇത് ഉണ്ടാക്കി നോക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ബോറാണെന്നുണ്ടെങ്കിൽ ഒരു എന്തായാലും വന്ന് പറയല്ലോ. അപ്പൊ അത് ബോറായാലും വേണ്ടില്ല, നന്നായാലും വേണ്ടില്ല, നിങ്ങൾക്ക് എന്താണ് അപ്പൊ ഫീൽ ചെയ്തെന്നുള്ള കാര്യങ്ങൾ എന്തായാലും അപ്പൊ എന്താ വെച്ചാല് ബാക്കിയുള്ളവർക്കും ഇത് കണ്ടാണ്ട് ഉണ്ടാക്കണ്ടേ, ഇത് കാണുന്നോണ്ട് ഉപകാരം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അതന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഷേക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ. ഈ കുട്ടി ഒരു സാധനം കഴിക്കൂല എന്നാണ് ഇവന്റെ അമ്മ പറഞ്ഞത്. ഞങ്ങൾക്ക് തെളിവാണ്. ഒരു സാധനത്തിന് ഇങ്ങനെ കൊടുത്താൽ വായ തുറക്കില്ല. പക്ഷെ ഈ ഒരു സാധനം നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുണ്ട്. ഇനി വേണോ? അത് വേണോ? ആ പറയാനൊന്നും അറിയില്ല.